ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മുളക് തൈ എങ്ങനെയാണ് ഞാൻ നടണമെന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞു തരാം. എനിക്ക് ഇന്നലെ ഒരു 8 തൈ കിട്ടി. അത് ഞാൻ ചട്ടിയിലാണ് നട്ടത്. ചട്ടിയിൽ എങ്ങനെയാണ് നടണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനതിൽ കോഴിവളം കൊണ്ട് മണ്ണ് കോഴിവളവും തേയില കൊത്തും അതിലുണ്ട്. പിന്നെ ചാമ്പലുമുണ്ട്, കുറച്ച് ചാമ്പലുമുണ്ട്. അതിൽ ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ചാമ്പലും മണ്ണ് എടുത്തതുപോലെ ഞാൻ കോഴിവളം എടുത്തെല്ലാം കൂടെ മിക്സ് ചെയ്യണതാണ്. മിക്സ് ചെയ്ത് ചട്ടികളിൽ ഞാൻ കരിയില നിറച്ചാണ് വെച്ചേക്കുന്നത്. കരിയില കുറേശ്ശെ അടിയിലിട്ടിട്ടുണ്ട്. ചട്ടിയുടെ അടിയിൽ കുറച്ച് കല്ല് ചരൽ ഇട്ടിട്ടുണ്ട്. അത് വെള്ളം മാറുന്ന ഇട്ടിട്ട് കരിയിലയാണ് ഞാൻ വാരി വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്താൽ ഞാൻ നേരത്തെയൊക്കെ ഞാൻ മുളക് നടണത് ഇങ്ങനെയാണ് നടണത്. ഇതുപോലെ നമുക്ക് നട്ടെടുക്കാം. 8 തൈയുണ്ട്. 8 തൈയും ചട്ടിയിലാക്കാൻ വേണ്ടിയാണ് 8 ചട്ടിയിൽ നിറച്ച് വെച്ചേക്കണത്. ഇത് നല്ല ഇനം മുളക് തൈയാണ്. ഇത് നമുക്ക് ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ നല്ല വളർന്നു വരും. അതിന് കൊടുക്കേണ്ട വളങ്ങളൊക്കെ കറക്റ്റ് എങ്ങനെയാണ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ചെയ്താൽ എല്ലാവർക്കും മുളക് കൃഷിയിൽ വിജയിക്കാം. ഞാനിങ്ങനെയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലെ ചട്ടിയിൽ മണ്ണ് നിറച്ച് വയ്ക്കാം. എല്ലാ ചട്ടിയിലും മണ്ണ് നമുക്ക് നിറച്ച് വയ്ക്കാം. ചാണകപ്പൊടിയൊന്നും ഇടില്ല. ചാണകപ്പൊടി കിട്ടാൻ എനിക്കിവിടെ പറ്റില്ല. ഞാൻ കോഴിവെള്ളമാണ് ശരിക്ക് എല്ലാത്തിലും ഇടണത്. കോഴിവെള്ളവും തേയില കൊത്ത് കിട്ടും. ഒരു കടയിൽ നിന്ന് തേയില കൊത്ത് കിട്ടും, അതും എടുക്കും. പിന്നെ ചാമ്പലും കൂടെയാണ് ഇട്ട് നിറച്ച് വയ്ക്കുന്നത്. പൊടിച്ച് കഴിഞ്ഞിട്ട് വേര് വന്ന ശേഷം ഞാൻ അതിൽ വളങ്ങളൊക്കെ കൊടുക്കും. വളം എന്ന് പറഞ്ഞാൽ ജൈവവളം കൊടുക്കുന്നത്. ജൈവ കീടനാശിനി അടിക്കുന്നതൊക്കെ ഞാൻ പൊടിച്ച് വന്ന ശേഷം. ഞാൻ വിത്ത് പാവിയിട്ടുണ്ട്. ഇതെനിക്കൊരാൾ തന്നതാണ്. മുളക് വിത്തുകളെല്ലാം പാവി വെച്ചേക്കാണ്. തക്കാളി വിത്തെല്ലാം പാവി വെച്ചേക്കണം. ഇതുപോലെ എല്ലാവരും നട്ട് നോക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള മുളകും പോയിട്ട് കൊടുക്കാനുള്ളതും കൂടെ കിട്ടും. ഇഷ്ടം പോലെ കായ്ക്കും. ഇങ്ങനെ മുളക് നട്ട് നോക്കണം. കോഴിവളം കിട്ടാത്തവർക്ക് ചാണകപ്പൊടി കിട്ടിയാണെങ്കിൽ അത് നല്ലത്. ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ടാൽ മതി. കോഴിവെള്ളം കിട്ടില്ല എല്ലാവർക്കും. ചാണകപ്പൊടി കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ നിറച്ച് വയ്ക്കണം. ആദ്യമേ തന്നെ ഈ അടിവെള്ളം, വെറും മണ്ണ് മാത്രം വയ്ക്കാതെ അടിവെള്ളം ഇങ്ങനെ ചാണകപ്പൊടിയോ കോഴിവെള്ളം കൊടുത്ത് നട്ടാൽ തൈകളെല്ലാം നല്ല പുഷ്ടിക്ക് വരുള്ളൂ. ചെറിയ ചട്ടിയാണെങ്കിൽ തൈ ഇത്തിരി വലുതാവുമ്പോഴത്തേക്ക് പിന്നെ ചട്ടിയിൽ നിന്ന് തറയിൽ കുഴിയെടുത്ത് തൈ മണ്ണിലോട്ട് നേരിട്ട് നടും. അങ്ങനെയാണ് ഞാൻ നടന്നത്. ഈ ചെറിയ ചട്ടികളിലൊക്കെ നിൽക്കുന്നത് ഇത്തിരി കൂടെ നല്ല മൂട് പിടിച്ച് നല്ല മൂടാവുമ്പോൾ ഞാൻ തറയിൽ നടും. തറയിൽ നല്ല വലിയ കുഴികളും എടുത്ത് അടിവളമൊക്കെ കൊടുത്ത് പിന്നെ തറയിലോട്ട് മുളക് തൈ നടും. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ആദ്യമേ തറയിൽ കൊണ്ടുവന്ന് നട്ടാൽ അത് പെട്ടെന്ന് കയറി വരില്ല. ഇതുപോലെ ചട്ടിയിൽ നിറച്ചിട്ട് തൈ ഇത്തിരി വലുതായ ശേഷം പിന്നെ തറയിൽ നല്ല കുഴിയെടുത്ത് അടിവളമൊക്കെ ഇട്ട് ആണ് നടണത്. അപ്പോഴത്തെ മുളക് നല്ലതായിട്ട് വരും. ഇതിത്തിരി ഒരു
തൈയൊക്കെ നട്ട ശേഷം ഇല വന്ന ശേഷം നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡൊക്കെ കൊടുത്ത് ഇത് പിണ്ണാക്കിട്ട് കഞ്ഞിവെള്ളത്തിൽ പിണ്ണാക്കുമൊക്കെ ഇട്ട് അതും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഫിഷ് അമിനോ ആസിഡും പിണ്ണാക്കിട്ട വെള്ളവും കലയ്ക്കും ആഴ്ചയോറും മാറി മാറിയൊക്കെ കൊടുക്കും. ആദ്യം 1-2 പ്രാവശ്യത്തിൽ വളർന്നു കഴിഞ്ഞാൽ ഫിഷ് അമിനോ ആസിഡ് കൊടുക്കില്ല. പിന്നീട് കൊടുക്കുന്നത് പിണ്ണാക്കിൻ്റെ വെള്ളമാണ്. കഞ്ഞിവെള്ളത്തിൽ പിണ്ണാക്കിട്ടാണ് ഞാൻ വളർത്തിയെടുക്കുന്നത്. ഇനി നമുക്ക് തൈ നടാം. മണ്ണ് എല്ലാം ചട്ടിയെല്ലാമായി 8 ചട്ടിയിലും മണ്ണ് നിറച്ച് 8 തൈയുണ്ട്. മണ്ണ് അമ്മിക്ക് അങ്ങ് തൈ ആട്ടമില്ലാതെ ഉറപ്പിച്ച് വയ്ക്കണം. തൈ നട്ട് വെയിൽ കൊള്ളാതെ 2 ദിവസം തണലത്ത് വെച്ചേക്കണം. തണലത്ത് വെച്ചിട്ട് ഇത്തിരി അതിൻ്റെ ക്ഷീണമൊക്കെ മാറുമ്പം പിന്നെ വെയിലത്തോട്ട് വെച്ചാൽ മതി. ഒറ്റയടിക്ക് ആദ്യമേ എടുത്ത് വെയിൽ വയ്ക്കേണ്ട. ഇതുപോലെ എല്ലാവരും നട്ട് നോക്കണം. എരിയുള്ള വലിയ മുളകിൻ്റെ തൈയാണ് ഇപ്പം കിട്ടിയിരുന്നത്. ഒരാൾ തന്നതാണ്. നമുക്ക് കൃഷിഭവനിൽ നിന്നോ നല്ല നഴ്സറികളിൽ നിന്നൊക്കെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വിത്ത് പാവണം. ഞാൻ കുറേ വിത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനും പാവണം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിലും നിറച്ച് വെച്ച് ഇതിൽ ജൈവവളം ഞാൻ കുറച്ച് വളം ഇട്ടിട്ടുണ്ട്. അടുക്കള വേസ്റ്റിൻ്റെത്. അടുക്കള വേസ്റ്റിന് എനിക്ക് കമ്പോസ്റ്റ് ആക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് കമ്പോസ്റ്റിൻ്റെ അടുക്കള മാലിന്യങ്ങളെല്ലാം ഇട്ട് കമ്പോസ്റ്റ് ആക്കണമെന്നാണ് ഈ ഒരു ഡ്രമ്മിനകത്താണ് ഞാൻ ഇടുന്നത്. അത് പൊടിയായിരിക്കും കറുത്ത് നല്ല വളമായിട്ടിരിക്കുകയാണ്. അതിൽ നിന്നും കൂടെ ഞാൻ കുറച്ച് ഇട്ടിരുന്നു. ഇതുപോലെ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിലുള്ള വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് പച്ചക്കറിയുടെയും എല്ലാം വേസ്റ്റ് ഇതിലിട്ട് ആണ്. കുറച്ച് ഇടയ്ക്ക് ഞാൻ ഇത്തിരി കുറച്ച് കരിയിലയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ചേ ഉള്ളതിൽ. അങ്ങനെ ആ വളവും ഞാൻ ഇടും. ഇതിലിപ്പോൾ കുറച്ച് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അത് പറഞ്ഞില്ല ഞാൻ. അങ്ങനെ ഇട്ട് നമ്മളെ തൈ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇതുപോലെ ഒന്ന് നട്ട് നോക്കണം. ഇതുപോലെ നട്ട് നോക്കണം. നമ്മളെ അടുക്കളയിലെ വേസ്റ്റ് ഒരു ടാങ്കിലോട്ടൊക്കെ വെച്ച് ഇതുപോലെ വളമാക്കിയെടുത്താൽ നല്ല സൂപ്പർ വളമാണ്. ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതുപോലെ തൈ നട്ടെടുക്കണം. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണം. തൈ നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടണേക്കാളും ഒരു മുളകൊക്കെ കിട്ടുമ്പോഴത്തേക്ക് പാവി എടുത്താൽ മതി. ഒരു ചട്ടിയിൽ പാവി എടുത്താൽ മതി. അത് പൊടിച്ച് കിട്ടുന്ന ഇത് ഞാൻ തക്കാളി തൈ കൃഷിഭവനിൽ നിന്ന് വിത്ത് കിട്ടിയത് പാവിയതാണ്. തക്കാളി കിട്ടിയതാണ്. അത് പാവി പൊടിച്ചിരിക്കുന്നതാണ് തക്കാളി തൈ. ഇത് പാൽമുളകിൻ്റെ കൊച്ച് വെള്ള കാന്താരി പാൽമുളകിൻ്റെ വിത്താണ്. ഞാനത് പാവി വെച്ചിരിക്കുന്നതാണ്. അത് പൊടിച്ചിരിക്കുന്നത്. പൊടിച്ചിരിക്കുന്നതിന് തക്കാളി തൈ ഞാൻ അതിൽ നിന്ന് 2-3 തൈ ഇളക്കി നട്ട്. ഇതുപോലെയൊക്കെ എല്ലാവരും ഇത്തിരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. കടയിൽ നിന്ന് വാങ്ങാതെ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ശ്രമിച്ചു നോക്കും. വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് നല്ല ഒരിതാണ്. നമ്മളിപ്പം വിഷമടിച്ച പച്ചക്കറി വാങ്ങണേക്കാളും നമ്മളെ സ്വന്തം ആവശ്യത്തിനുള്ളത് നമുക്ക് വീട്ടിൽ നമുക്കിത് ചെയ്തെടുക്കാം.
എല്ലാവരും ആവശ്യത്തിനുള്ളതും പോയി നമുക്കിതുപോലെയൊക്കെ ഇത്തിരി രാവിലെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അല്ലെങ്കിൽ വൈകിട്ട് 1 മണിക്കൂറൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറി ഞാനൊന്നും പുറത്തുനിന്ന് വാങ്ങിയേയില്ല. എല്ലാം കിട്ടുകയും ചെയ്യും, കൊടുക്കാനും കാണും. നമ്മളെ മനസ്സിൻ്റെ സന്തോഷമാണ് ഇതെല്ലാം നട്ട് പൊടിച്ച് നിൽക്കുന്ന കാണുമ്പം തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്.